ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ കാണാൻ ജീവിതത്തിൽ 28 വർഷം കാത്തിരിക്കേണ്ട വന്നു കേട്ടോ. യാവിന് എന്തായാലും രണ്ടാമത്തെ വയസ്സിൽ തന്നെ കാണാൻ പറ്റി. അതിന്റെ ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ആരുടെയും കുറ്റവുമല്ല, ആരുടെയും മേന്മയല്ല. ഡൽഹി സഫ്താർജംഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ആഗ്രയ്ക്കുള്ള ട്രെയിൻ. ഈ സ്റ്റേഷന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമും കോച്ച് എവിടെ നിർത്തുന്നതെന്നും അറിയാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. കോട്ടയത്ത് നിന്ന് ട്രെയിൻ കയറിയപ്പോൾ അമ്മൂന് എല്ലാത്തിനും പേടിയായിരുന്നേ, നമ്മുടെ നാടല്ലെന്നും പറഞ്ഞു. അങ്ങനെ 3 ദിവസത്തെ യാത്രയും കഴിഞ്ഞ് ഡൽഹിയിലും എത്തി 2 ദിവസം ഡൽഹിയും കറങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുള്ളിയാണ് മെയിൻ. പുള്ളിയാണ് ഞങ്ങളെ ലീഡ് ചെയ്യുന്നത് കേട്ടോ. രാവിലെ 11:20 നമ്മുടെ ട്രെയിൻ. എന്നിരുന്നാലും ഞങ്ങൾ നേരത്തെ എത്തി. പക്ഷെ നമ്മുടെ ട്രെയിൻ ഏതാണ്ട് 1 മണിക്കൂറോളം ലേറ്റ് ആയി. എഞ്ചിൻ മാത്രം ട്രാക്കിലൂടെ പോകുന്നത് ഇത് ആദ്യമായാണ് നേരിട്ട് കാണുന്നത്. വേർ മൈ ട്രെയിനിൽ നോക്കിയാൽ നമ്മുടെ ട്രെയിനിന്റെ സ്റ്റാറ്റസ് അറിയുന്നത്. ട്രെയിൻ എത്താറായെന്നാണ് വേർ മൈ ട്രെയിൻ കാണിക്കുന്നത്. നേരെ നമ്മുടെ കോച്ച് നിർത്തുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ നടന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തി. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല. ഇവിടുന്ന് ഏതാണ്ട് 3 മണിക്കൂർ മിച്ചമുള്ളൂ ആഗ്ര വരെ എത്താൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ബാഗ് പാക്ക് ചെയ്ത് ഓട്ടോ പിടിച്ച് ഇവിടെ വരെ നേരത്തെ വരേണ്ടതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാക്കിയതാണ് മനഃപൂർവ്വം തന്നെ. എന്തായാലും ട്രെയിനിൽ കയറിയപ്പോൾ ചെനമസാല വന്നു. ചെനമസാല മേടിച്ച് അമ്മയും മകളും കൂടെ ശകലിച്ച് കഴിച്ചു. കരിമ്പടം പൊതച്ച ഒടിയനെ പോലെ കളർപ്പടം പൊതച്ച പോരാളി. ചോദിച്ചപ്പോൾ തണുപ്പാന്നാണ് മറുപടി. അതിവേഗത്തിൽ പാതാൾകോട്ട് എക്സ്പ്രസ് മുന്നോട്ട് കുതിച്ചു. അതിനിടയിൽ അമ്മ ഉറങ്ങി. യായു ഫോൺ കണ്ടുകൊണ്ടിരുന്നു. ട്രെയിനിന് പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചും കണ്ടുകൊണ്ട് ഞാനും ഇരുന്നു. നമുക്ക് തീരെ പരിചയമില്ലാത്ത രീതിയിലുള്ള കെട്ടിട നിർമ്മാണ ശൈലിയും ഭൂപ്രകൃതിയും കണ്ണെത്താ ദൂരത്ത് പടർന്നു കിടക്കുന്ന പാടശേഖരവും. യായുവിൻ്റെതായ പരിപാടികളിൽ പുള്ളിയും എൻഗേജ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഞങ്ങൾ മൂവരും പയ്യെ നടന്നു. പതിവ് പോലെ റെയിൽവേ സ്റ്റേഷന് അകത്ത് തന്നെ ടാക്സിക്കാരൻ വന്ന് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങി. ഊബറിന്റെ ചാർജ് തന്നാൽ മതി, ഫാമിലി അക്കോമഡേഷന് പറ്റിയ റൂമുണ്ട്, താജ്മഹൽ കാണിക്കാം, ആഗ്ര ഫോർട്ട് കാണിക്കാം, എല്ലാത്തിനും കൂടെ എന്തെങ്കിലും നിങ്ങൾ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ ആൾ കൂടെ കൂടി കേട്ടോ. പുറത്തെത്തിയപ്പോഴാണ് മനസ്സിലായ ആൾക്ക് കാറാണെന്ന്. കാറ് നമ്മുടെ കക്ഷികൾക്ക് പറ്റില്ല, അവർക്ക് വൊമിറ്റിംഗ് ഉണ്ടല്ലോ. എന്തു പറഞ്ഞാലും വിട്ടു തരില്ല, ഞങ്ങളെ കൺവിൻസ് ആക്കിയിട്ടേ മതിയാകും എന്നുള്ള മട്ടിലായി പുള്ളിയുടെ സംസാരം. ലാസ്റ്റ് ഞങ്ങൾ കൺവിൻസ് ആയ പോലെ അങ്ങ് അഭിനയിച്ചു. അവിടെ ചെന്നപ്പോൾ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. ഞാൻ പിന്നെ ആളുടെ ആധാറും പാനും വണ്ടിയുടെ RC ബുക്ക് എല്ലാം ഫോട്ടോ എടുത്തിട്ട് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു. ആളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പരിചയമുള്ള ഹോട്ടലിൽ കൊണ്ട് നമ്മളെ അക്കോമഡേറ്റ് ചെയ്തിട്ട് പുള്ളിക്ക് അവിടെ നിന്ന് കമ്മീഷൻ മേടിക്കുക. അതിനാണ് പുള്ളി ഈ തത്രപ്പാട് മൊത്തം പെടുന്നത്. നമ്മൾ ഓൺലൈൻ വഴി നോക്കിയിട്ട് ദേവിറാം എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഓക്കെ ആണെന്ന് തോന്നി. അവിടെ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും റൂമും കാര്യങ്ങളും എല്ലാം നമുക്ക് ഓക്കെ ആയിട്ട് വന്നു. റൂമിന് 2500 രൂപയാണ് അവർ ആദ്യം പറഞ്ഞത്. പിന്നെ റൂം കയറി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് ബഡ്ജറ്റ് ഓക്കെ അല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവർ തിരിച്ചു വിളിച്ചു. 1800 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഇത്രയും നേരമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് അധികം റേറ്റ് ഇല്ലാതെ നല്ല ഫുഡ് കിട്ടുന്ന കടയിൽ പോകാൻ പറഞ്ഞപ്പോൾ ഡ്രൈവർ കൊണ്ടുവന്ന കടയാണ്. ഇവിടെ 800 രൂപ തന്ന ഒന്നുമില്ല. പിന്നെ ഒരു തരത്തിൽ ആളെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു ഊബർ ഓട്ടോ വിളിച്ചു. ഊബർ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു കട എന്ന് തോന്നിയ ഒരു കടയിലേക്ക് നേരെ പോയേ. ആദ്യം കയറി കട ഓപ്പണായി വരുന്നുള്ളൂ. ഈ ഭാഗത്തെ കടകളെല്ലാം ഈവനിങ് ആണ് ഓപ്പൺ ആവുന്നത് കൂടുതലും. പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ കയറി ടർക്കിഷ് ചിക്കൻ. പക്ഷെ ഇവിടെ ടർക്കിയും ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമില്ലായിരുന്നു. നോർമൽ ബിരിയാണി മാത്രമേ ഉള്ളായിരുന്നു. ഞാനും ഒരു ബിരിയാണി കഴിച്ചു, അമ്മ ഒരു ബിരിയാണി കഴിച്ചു. 120 രൂപയെ ബിരിയാണിക്കുള്ളായിരുന്നു. അതും കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോന്നു.